പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വാർത്താനേരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അംഗീകാരങ്ങളുടെ നെറുകയിൽ നിൽക്കുകയാണിപ്പോൾ പാണ്ടിക്കാട് JMVT സ്കൂൾ. വാർത്തകൾ വിശദമായി നോക്കാം. ഞാൻ ഫാത്തിമ സിയാദ. എന്റെ കൂടെ ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടർ തെന്നൽ കേസിന്. പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അത്യപൂർവം നേട്ടം കൈവരിച്ച എന്റെ കൂട്ടുകാരി സിയാദ അടക്കമുള്ള നമ്മുടെ കൂട്ടുകാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. പറയൂ റിത, എങ്ങനെയുണ്ടായിരുന്നു തിരുവനന്തപുരം യാത്ര? ഞാനിവിടെ 8ാം ക്ലാസ്സിലാണ് ചേർന്നത്. ഇപ്പൊ ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 1 മുതൽ 5ാം ക്ലാസ് വരെ ഉള്ളതിൽ ഇത്ര നല്ലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മളെ സ്കൂളിൽ ഇതിൽ സെലക്ഷൻ ലഭിച്ചിട്ടില്ല. വരുന്ന വർഷമാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പങ്കെടുക്കാനും പറ്റിയിട്ടുണ്ടാവുന്നതായിരുന്നു. എന്നാൽ സെലക്ഷൻ ലഭിച്ചതിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. സെലക്ഷൻ ലഭിച്ചത് മുതൽ യാത്ര പോണ വരെ എങ്ങനെ ഉണ്ടാവും തിരുവനന്തപുരം യാത്ര എന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പട്ടിക്കാട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി എല്ലാവരും PT അംഗങ്ങളൊക്കെ ഞങ്ങളെ യാത്ര എത്തിയപ്പോഴൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. പാട്ട് പാടിയും ഡാൻസ് കളിച്ചൊക്കെ വളരെ രസമായിട്ടായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ യാത്ര. അവിടെ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത്ര അടിപൊളിയായിരുന്നു. തമിഴൊക്കെ പ്രസംഗിച്ച് സ്റ്റാറായിരുന്നല്ലോ അവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലോറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നൊന്നും അറിയുന്നില്ല. പിന്നെ മാഷിമാരും ടീച്ചേഴ്സൊക്കെ ഇന്ന് നല്ലോണം പറഞ്ഞു. പിന്നെ ഫ്ലോറിന് എനിക്ക് മുഴുവനായിട്ടും നല്ലോണം പറയാൻ പറ്റി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജൂറി അംഗമായ പീയൂഷ് മാമിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. പിന്നെ പുറത്ത് പോയിട്ട് കൊടുത്തു. അപ്പോഴൊക്കെ സാർമാരും ടീച്ചേഴ്സൊക്കെ എന്നെ നല്ലോണം അഭിനന്ദിച്ചിരുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പറയാൻ പറ്റുമോ? മതിപ്പുമിക പാർവയാളകൾക്ക് വണക്കം. കൈറ്റ് വിക്ടേഴ്സ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ സീസൺ 4 അൻപാർந்த ஜூரி உறுப்பினர்களே, കേരളാവിൽ ഉള്ള அரசு பள்ளிகளில் தனித்துவமான செயல்பாடுகள் பொதுமக்கள் முன்னிலையில் நடத்தப்படும் இந்த ரியாலிட்டி ஷோவில் எங்கள் பள்ளியும் பங்கேற்பதில் நாங்கள் மிகவும் மகிழ்ச்சி அடைகிறோம். மஞ்சேரி துணை மாவட்டத்திலிருந்து இந்த போட்டிக்கு தேர்ந்தெடுக்கப்பட்ட ஒரே ஒரு தொடக்கப்பள்ளி எங்கள் பள்ளி மட்டுமே. അനേവർക്കും നന്ദി. ക്യാമ്പസിലൊക്കെ കുത്തി പറഞ്ഞ കണ്ടില്ലോ, എന്തായിരുന്നു അവിടെ? ഞങ്ങൾ ചാടിച്ചു കഴിഞ്ഞിട്ട് ഒരു മാഷി പാർക്കിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കുറെ റീൽസൊക്കെ എടുത്ത് എറമാടത്തിലേക്ക് കയറ്റി ഫോട്ടോ ഒക്കെ എടുത്തു. കളിക്കുന്ന സ്ഥലം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 3 പേരും ഊഞ്ഞാലാടി. എന്നിട്ട് ഞങ്ങൾ എറമാടത്തിലേക്ക് കയറി കുറെ റീൽസും ഫോട്ടോ ഒക്കെ എടുത്തു. അതല്ലാതെ നല്ലൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എങ്ങനെ ഉണ്ടായിരുന്നു കൈറ്റിന്റെ ക്യാമ്പസ്? ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ചായയൊക്കെ കുടിച്ചിട്ട് ആദ്യം പോയത് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു. അവിടേക്ക് പോയിട്ട് ഞങ്ങൾ അവിടുത്തെ സാറ് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നു. പിന്നെ അവിടുത്തെ വിശദീകരിച്ചതിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ MLA-മാരും മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലം നമ്മളെ നിലമ്പൂർത്തെ തേക്കൊണ്ടായിരുന്നു ഉണ്ടാക്കി. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു അംഗമായിരിക്കാൻ വരെ തോന്നി. ഞങ്ങൾക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കൊണ്ട് ഇറങ്ങേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ക്യാമ്പസിൽ പോയി ചായ കുടിച്ച് കുറച്ച് നേരം കളിച്ചു. പിന്നെ അവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്കൂളിൽ അവസരം കിട്ടാതെ ഞങ്ങളുടെ സ്കൂളിൽ അവസരം കിട്ടിയെന്നുള്ളത് വളരെയധികം സന്തോഷം. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ ഭക്ഷണ രീതി ശരിക്കും മാറിയില്ലേ? നഷ്മിൽ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? തിരുവനന്തപുരത്തേക്ക് ഭക്ഷണ രീതി ആകെ മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടുന്ന ബീഫും മീനൊന്നും അവിടെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. തിരുവനന്തപുരത്തെ ആളുകൾക്ക് ദോശ ഒരു പ്രധാന ഫുഡായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ രാവിലെ ദോശയും സാമ്പാറുമായിരുന്നു കൂടുതൽ ഭക്ഷണം കിട്ടുന്നത്. എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? എല്ലാവരും കൂടി 2-3 ദിവസം ഒരുമിച്ച് താമസിച്ചിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? തമ്പാനുള്ള ഡോർമെറ്ററിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരു റൂമിൽ 6-7 ബെഡുകളൊക്കെ ഉണ്ടായിരുന്നു. മോളിൽ ഞാനും മോൻസും നഷ്മലായിരുന്നു കിടന്നിരുന്നത്. താഴത്ത് മുജീബാക്കും മാഷായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡോർമെറ്ററിയിലൊക്കെ താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിരുന്നു അത്. ഹരിതവിദ്യാർത്ഥി സെലക്ഷൻ കിട്ടിയോണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയത്. ഇങ്ങനെ ഉണ്ടായിരുന്നു വൈക കൈറ്റിന്റെ സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടമായി കൈറ്റിന്റെ ആ സ്റ്റുഡിയോ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയൊരു സ്റ്റുഡിയോ കാണുന്നത്. അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കയറ്റാനായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നു. അതിൽ നിറച്ച് ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ
ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പുസ്തകം പോലെ ഞാനൊരു മായാലോകത്ത് എത്തിയ പോലെ എനിക്ക് തോന്നി. വിക്ടേഴ്സിന്റെ ഒരു ലോഗോ ഉള്ളൊരു റൗണ്ട് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് 2 നിരയില് കസാര ഉണ്ടായിരുന്നു. അത് കറങ്ങണ കസാരയാണ്. പിന്നെ ഞങ്ങൾ ഇരുന്നതിന്റെ ബാക്കിലായിട്ട് കുറെ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലും മുന്നിലും സൈഡിലൊക്കെ ആയിട്ട് കുറെ ക്യാമറകൾ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളുകൾ നിർമ്മിച്ച വീഡിയോ കാണിക്കാനായിട്ട് ഒരു വലിയൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടി എനിക്ക് നല്ല ഇഷ്ടമായി. കഴിഞ്ഞ 3 സീസണുകളിലും പങ്കെടുക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും കഴിയാത്തൊരു പരിപാടിയാണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൈറ്റ് വിക്ടേഴ്സാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അടുത്ത കാലങ്ങളിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന പുതിയ ആശയങ്ങൾക്കും തനത് പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന വ്യാപകമായി ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് സീസൺ 4ലേക്ക് തിരഞ്ഞെടുക്കുന്നത്. സ്കൂളിന്റെയും നമ്മുടെ പാണ്ടിക്കാട് പ്രദേശത്തിന്റെയും പ്രശസ്തി ഇതിലൂടെ ഉയരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വിദ്യാലയം ഉൾക്കൊള്ളുന്ന എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്ന ദിവസത്തിനായുള്ള കാത്തിരിപ്പ് തുടരുന്നതിനിടെ ഞാൻ തെന്നൽ കിസു, ഞാൻ ഫാത്തിമ സിയാദ. ടൗൺ റേഡിയോടൊപ്പം എല്ലാവർക്കും ശുഭരാത്രി.